യഥാർത്ഥ കേരള സ്റ്റോറിയുടെ കഥയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കോഴിക്കോട് വെള്ളിപ്പറമ്പിലാണ് ഈ മനോഹരമായ മാതൃകാപരമായ കാഴ്ചയുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. പള്ളികളിൽ നിന്നും ഈദ്ഗാഹ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്ന വഴിയാണ്. പ്രധാന വഴിയിൽ കുണ്ടാത്തൂർ മംഗലത്ത് ദേവീക്ഷേത്രത്തിൻ്റെ വക ഈ പള്ളിയിൽ നിന്നും വരുന്നവർക്ക് ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായി പായസം വിതരണം ചെയ്യുന്നത്. ഇവിടെയുള്ളവർക്കൊക്കെ ഇവർ നിർത്തി പായസം വിതരണം ചെയ്യുകയാണ്. ഇത് ഇന്ന് പെട്ടെന്ന് തുടങ്ങിയതല്ല, വർഷങ്ങളായി ഈ ഒരു മാതൃക ഇവർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രശംസനീയമായ കാര്യം. ഏതായാലും ഇതിൻ്റെ സംഘാടകർ കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ കേരളത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. എങ്ങനെയാണ് ഇത്? കുറേ കാലങ്ങളായിട്ട് ഇത് നടന്നു പോകുന്നതാണല്ലേ? അതെ, ഒരുപാട് വർഷങ്ങളായി ഞങ്ങളിത് തുടർന്നുകൊണ്ട് പോരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മതസൗഹാർദ്ദമോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ ഒന്നുമല്ല. ഞങ്ങളിത് പണ്ട് മുതലേ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ഈ പായസം കൊടുത്ത് തുടങ്ങുന്നത് കുറച്ച് കാലമായിട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ വേർതിരിവോ കാര്യങ്ങളോ ഇവിടെ വെള്ളിപ്പറമ്പ് പ്രദേശത്ത് ഇല്ല. ഇപ്പോൾ ഞാൻ ഉത്സവ കമ്മിറ്റിയിലുള്ള ആളാണ്. ഉത്സവ കമ്മിറ്റിയിൽ ഞങ്ങളുടെ ആഘോഷവരവ് വരുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ കുറേ ആളുകളുണ്ടാവും. അവിടെ സമയത്ത് ഇവിടുന്ന് അതിഗംഭീരമായിട്ട് ജ്യൂസ് നമ്മളെ ഇവിടുത്തെ സുഹൃത്തുക്കൾ ഇവിടുന്ന് ഞങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസമായിട്ടാണ് കാണുന്നത്. കാരണം അതൊന്നും എന്താണ് ഇതൊരു സൗഹാർദ്ദമാണെന്നോ അല്ലെങ്കിൽ മതം വേർതിരിച്ച് കാണലാണെന്നോ ഒന്നുമല്ല. അതിനകത്ത് അങ്ങനെ ഒരു സംഭവമില്ല. എന്നാൽ നമ്മൾ പണ്ട് മുതലേ അങ്ങനെയാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതിനെ അങ്ങനെ കാണുന്നുള്ളൂ. മതസൗഹാർദ്ദമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും കാണുന്നില്ല. പക്ഷേ എന്താണ് ഇനി വരുന്ന തലമുറയെങ്കിലും, കാരണം ഇപ്പോൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ മറ്റേ കേരള സ്റ്റോറി മറ്റേതൊക്കെ പറയുന്നുണ്ട്, അതുപോലെയൊന്നും അല്ല. ഇനി വരുന്ന തലമുറ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കണം. കാരണം അവർക്ക് അറിയില്ല. അവരിപ്പോൾ ഇന്നത്തെ സംഭവങ്ങളിൽ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവയൊക്കെ ഇതിൽ കാണുന്നത് ഇതാണ് മതത്തിൻ്റെ വേർതിരിവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി കാണാതിരിക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞാൽ കാണുന്ന തലമുറയും ഇങ്ങനെയുള്ള സംഗതികളാണ് കാണേണ്ടത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ വരുന്ന തലമുറയ്ക്ക് കൂടെ ഒരു മാതൃകയാണല്ലേ. കാരണം ഈ സാധനം തുടങ്ങുന്ന കാലത്ത് ഈ വെള്ളം കൊടുത്താണ് ഫസ്റ്റ് തുടങ്ങിയത്. ഇത് തുടങ്ങുന്നത് ഇതൊരു ആചാരമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. മിക്ക ആചാരങ്ങളും അങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായത്. നമ്മൾ ഓരോന്ന് ചെയ്ത് നമ്മളെ തലമുറയ്ക്ക് ശേഷം അടുത്ത തലമുറ അങ്ങനെ ഒരു സംഭവം. അങ്ങനെ മതസൗഹാർദ്ദം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സൗഹാർദ്ദത്തിൻ്റെ മതം ഉണ്ടാക്കാനാണ്. അതാണല്ലോ ഏറ്റവും വലുത്, സൗഹാർദ്ദത്തിൻ്റെ മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സന്തോഷം. ഇത് നമ്മളെ വരും തലമുറയും കൂടി ഏറ്റെടുക്കണം. അങ്ങനെ വിജയിച്ച് പോകണം. ഈ എല്ലാ കാലവും ഇതേപോലെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ നമ്മൾ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇവർ പറയുന്നത്. ഇവിടെ ഇതൊരു ഏതെങ്കിലും സാഹചര്യത്തിൽ തുടങ്ങിയ ഒന്നല്ല എന്നുള്ളതാണ്. ഇത് കാലങ്ങളായി തുടർന്നു പോകുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഒരു മതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതൊരു സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു മാതൃക തുടർന്നു പോകുന്നത്. ഇത് ഇനിയും വരും വർഷങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറ പേഴ്സൺ നിഖിലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.